കടുത്ത ചൂടിൽ പാലക്കാട്ട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് പൊട്ടി. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയുടെ ചില്ലാണ് തകർന്നത്. ഓട്ടോ ഡ്രൈവർ ജംഷീറിന്റെ കാലിൽ ചില്ല് കൊണ്ട് പരിക്കേറ്റു. എൻ്റെ പേര് ജഷീറാണ്. ഞാനിവിടെ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. സിവിൽ സ്റ്റേഷൻ്റെ മുന്നിൽ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. വണ്ടി ഞങ്ങളുള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊട്ടിയത്. ചൂട് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു, അറിയില്ല. അല്ല, പരിക്ക് ഇതാ കാലുമ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത് നമ്മളെ സുഹൃത്തായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണ് സംഭവം. അല്ലല്ല, വണ്ടിക്ക് ഗ്ലാസ്സിന് യാതൊരു കുഴപ്പമുണ്ടാകുന്നില്ല. ഇങ്ങനെ ഞാൻ നിർത്തിയിട്ടപ്പോൾ 2 ഓട്ടം കഴിഞ്ഞ് അങ്ങനെ വന്ന് നിർത്തിയിട്ടാണ്. ഇല്ല, വിള്ളലൊന്നും ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഓട്ടങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇവിടെ സ്റ്റാൻഡിലിടുന്ന ഓടുന്ന ആളല്ലേ. ഞാൻ ഇവിടെ തന്നെ ഓടല്ലേ. ഞങ്ങളിങ്ങനെ ഓരോ വണ്ടി കയറുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോകലല്ലേ. ഇല്ലല്ല, വിള്ളലും കാര്യങ്ങളൊന്നുമില്ല. കാരണം ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ഇറക്കിയ വണ്ടിയാണ് ഇപ്പോൾ ഇത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നു. അരുൺ, പാലക്കാട്ട് ചൂട് അതികഠിനമാണ്. പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇതാണ് അവസ്ഥ. പക്ഷേ പാലക്കാട് വലിയ നിലയിൽ ചൂട് അനുഭവപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ അവിടെ സ്റ്റാൻഡിൽ കിടന്ന ഓട്ടോറിക്ഷയുടെ ചില്ല് തനിയെ ചിന്നിച്ചിതറുന്ന പൊട്ടുന്ന ഒരു സാഹചര്യം. ഏത് നിലയിലാണ് അവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ? കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. 40-41 ഡിഗ്രി ചൂടാണ് അനുഭവപ്പെടുന്നത്. അതിന്റെ ഈ 40-41 ഡിഗ്രി ചൂട് എന്ന് പറയുമ്പോൾ അത് അനുഭവത്തിൽ 43 വരെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ അതിൽ ഏറ്റവും പുതുതായി സംഭവിച്ചിരിക്കുന്നത് നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ ചില്ല് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. മണ്ണാർക്കാട് കോടതിപ്പടിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കടുത്ത ചൂടിൽ ഓട്ടോറിക്ഷയുടെ ചില്ലുകൾ പൊട്ടി വീഴുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ ജഷീറിന്റെ കാലിന് ചില്ല് കൊണ്ട് നിസ്സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഓട്ടോ സ്റ്റാൻഡിൽ സാധാരണഗതിയിൽ തന്നെ ഓട്ടോറിക്ഷ ഇട്ട് ഇവർ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഇത് തകരുന്നത്. ഓട്ടോറിക്ഷയുടെ ചില്ലിന് മുമ്പ് വിള്ളലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇത് പൊട്ടുകയായിരുന്നു എന്നുള്ളതാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത്. ഏതായാലും ജില്ലയിൽ നിരവധി ആളുകൾക്ക് സൂര്യാഘാതം ഏൽക്കുന്ന സാഹചര്യവും തുടർക്കഥയായി മാറുന്നുണ്ട്. പലർക്കും ഈ പകൽ സമയത്ത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തൊക്കെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾ ചെയ്യുമ്പോഴാണ് സൂര്യാഘാതം ഏറ്റിരിക്കുന്നത്. ഏതായാലും ജില്ലയിലെ ഈ കനത്ത ചൂട് തുടരുന്നു. അതിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് പ്രത്യേകിച്ച് 11 മുതൽ 3 മണി വരെ നേരിട്ട് ചൂടേൽക്കുന്ന പ്രവർത്തികൾ ചെയ്യരുത്. അതുപോലെ ജോലി സമയം രാവിലെ നേരത്തെ തുടങ്ങി വൈകിട്ടും ആവുന്ന രീതിയിൽ ക്രമീകരിക്കണം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ അത് കണക്കാക്കാതെ വകവെക്കാതെയൊക്കെ ഈ വെയിലത്ത് ഇറങ്ങുന്ന സ്ഥിതിയുമുണ്ട്. അങ്ങനെ വെയിലത്തിറങ്ങി പല ആളുകൾക്കും സൂര്യാഘാതം ഏൽക്കുന്ന സംഭവങ്ങളും ഇങ്ങനെ ജില്ലയിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. വ്യക്തമാണ്. പാലക്കാട് ജില്ലയിൽ ചൂട് കഠിനമാണ്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ ചില്ല് തനിയെ പൊട്ടി ചിന്നിച്ചിതറി ഓട്ടോ ഡ്രൈവറുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. ജാഗ്രതാ നിർദ്ദേശം ജില്ലാ അധികൃതർ നൽകിയിട്ടുണ്ട്. 11 മണിക്ക് 3 മണിക്ക് ഇടയ്ക്ക് അങ്ങനെ പകൽ സഞ്ചാരം ഒഴിവാക്കണമെന്നുള്ളതാണ്. പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകാതെ തരമില്ലല്ലോ. എന്തായാലും അതികഠിനമായി ചൂട് അനുഭവപ്പെടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.